ദിനം വേൾഡ് അറബിക് ഡേ. അറബിയിൽ ചില പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി وهي لغة القرآن الكريم والحديث الشريف ولغة الإنترنت. نحتفل هيئة الأمم المتحدة يوم 18 من ديسمبر كيوم عالمي للغة العربية. تفتح اللغة العربية أمامنا أبواب الوظائف المختلفة. تدرس اللغة العربية في روضات الأطفال والمدارس والكليات والجامعات في ولاية كيرلا. അടുത്തതായിട്ട് മലയാളത്തിൽ ഭാഷയെ പരിചയപ്പെടുത്താൻ വേണ്ടി REയിൽ നിന്നും ഫാത്തിമ ഫൈഹയെ ക്ഷണിക്കുന്നു. അറബി ഭാഷ ഏറ്റവും പുരാതനവും പ്രധാനപ്പെട്ടതുമാണ്. ലോകത്തെ 26 രാഷ്ട്രങ്ങളിലെ ഔദ്യോഗിക ഭാഷ. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഭാഷ. ഖുർആൻ, ഹദീസ്, ഇന്റർനെറ്റ് ഭാഷ. ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അറബിക് ദിനമായി ആചരിക്കുന്നു. അറബിക് ഭാഷ വ്യത്യസ്ത ഉദ്യോഗങ്ങളുടെ വാതായനങ്ങൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. കേരള സംസ്ഥാനത്ത് നഴ്സറി മുതൽ യൂണിവേഴ്സിറ്റി വരെ അറബിക് അധ്യാപനം നടക്കുന്നു. ശ്രീമൂലം തിരുനാൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, CH മുഹമ്മദ് കോയ ഇവരുടെ പരിശ്രമ ഫലമായാണ് കേരള സംസ്ഥാനത്ത് ഭാഷ വ്യാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. لغة الجنة عربية لغة الفرقان عربية خير لغات بشرية خير الحسن كلامية. أيها الأحبة والأصدقاء الكرام، أهنيكم يوم اللغة العربية السعيدة. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാശംസകൾ. ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനമായി ഐക്യരാഷ്ട്ര സംഘടനയുൾപ്പെടെ ലോകമാകെയുള്ള ഭാഷാപ്രേമികൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ITV ഒരുക്കിയ അറബി ഭാഷാദിന ഡോക്യുമെൻ്ററിയിലേക്ക് നിങ്ങൾക്ക് മർഹബ, അഹ്ലം വസഹ്ല. اللغة واسطة للتواصل بين الإنسان. لا يستطيع للإنسان العيش إلا باللغة ولا بد استعمال اللغة في ഇവർക്ക് ട്രാൻസ്ലേഷൻ മേഖലയിൽ വൻ ജോലി സാധ്യതയാണുള്ളത്. അതുപോലെ മാധ്യമരംഗത്ത് വളരെ വലിയ ജോലി സാധ്യതയുള്ള ഭാഷ കൂടിയാണ് അറബി ഭാഷ. അൽ ജസീറ, BBC, റോയിട്ടേഴ്സ് തുടങ്ങി ലോകത്തെ വൻകിട മാധ്യമ സ്ഥാപനങ്ങൾ മുതൽ ഇന്ന് കേരളത്തിലെ കൊച്ചു മാധ്യമ സ്ഥാപനങ്ങളിൽ വരെ ന്യൂസ് റീഡർ, ട്രാൻസ്ലേറ്റർ തുടങ്ങി നിരവധി തസ്തികകളിൽ അനവധി അവസരങ്ങൾ കാത്തിരിക്കുകയാണ്. IT പ്രൊഫഷണൽ രംഗത്ത് വെബ് ഡിസൈനിങ്, കണ്ടന്റ് ഡെവലപ്പിംഗ്, ഡാറ്റ അനലൈസിംഗ് തുടങ്ങി വൻ സാധ്യതകളാണ് അറബി ഭാഷാ പഠിതാക്കൾക്കുള്ളത്.